SLC മക്കളെ, നിങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് IT എക്സാമിന് വേണ്ടിയിട്ട് മക്കളെ. 2025 മോഡലിൽ വന്ന പൈത്തൺ പ്രാക്ടിക്കൽസ്. ഓക്കെ, ഇപ്പോൾ പൈത്തൺ ഗ്രാഫിക്സ് വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ ചെയ്തുതരാം മക്കളെ. നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പൈത്തൺ ക്വസ്റ്റ്യൻ കിട്ടുകയെന്ന്. കാരണം അത്രയും സിമ്പിൾ സംഭവം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും, ആൻസർ അതിലുണ്ട്. ചെറിയൊരു മാറ്റം, ഒരു ലൈൻ മാറ്റിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം നിങ്ങളിവിടെ ഔട്ട്പുട്ട് 1 ആണ്, ഔട്ട്പുട്ട് 2 ആക്കുക. അതിൽ ചെറിയൊരു ലൂപ്പ് മാറ്റിയാൽ മതി. ഔട്ട്പുട്ട് 1 മാറ്റിയാൽ ഔട്ട്പുട്ട് 2 ആക്കുക. കളർ മാറ്റിയാൽ മതി. ഔട്ട്പുട്ട് 1 മാറ്റിയാൽ ഔട്ട്പുട്ട് 2 മാറ്റാൽ. അത്രയുള്ള സംഭവം. അപ്പോൾ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നിങ്ങൾ തെറ്റ് വരുത്താതിരുന്നാൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കാണാം, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ലൈവ് ഉണ്ട്. അപ്പോൾ ആ കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും ലൈവായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആയിട്ട് ഓരോന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ക്സ്കേപ്പിൻ്റെയും പൈത്തൺ ഗ്രാഫിക്സിൻ്റെയും, ഇതാണ് പൈത്തണിൻ്റെ ഗ്രാഫിക്സിൻ്റെ വീഡിയോ. ഇങ്ക്സ്കേപ്പിൻ്റെ വീഡിയോസ് തൊട്ട് മുന്നേ വന്നിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ പോയി നോക്കിയാൽ വീഡിയോസിൽ കിട്ടും. അതുപോലെ അടുത്തത് ഏത് സോഫ്റ്റ്വെയർ ആണ്, ആനിമേഷൻ വേണോ, HTML വേണോ, മെയിൽ മെർജ് വേണോ, നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ള ഇൻഡെക്സ് ഫോർമാറ്റിംഗ് സ്റ്റൈൽ എന്ത് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പൈത്തൺ കണ്ടുകൊണ്ട് ഞാൻ വേഗം ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങൾ ഫുൾ മാർക്ക് മക്കളെ IT മേടിച്ചത് എൻ്റെ ക്ലാസ് കണ്ടിട്ടാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. വേഗം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, കുറച്ച് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാകും, പക്ഷേ ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പൈത്തൺ പ്രോഗ്രാം നിങ്ങൾ ഇവിടെ ആപ്ലിക്കേഷനിൽ ഇവിടെ പൈത്തൺ ഒന്നും അല്ല നോക്കേണ്ടത്. ഓക്കെ, അതിവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എക്സാമിൽ ഉണ്ടാവില്ല. ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിൽ ഐഡിൽ ഫയലിൽ ന്യൂ ഫയൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ ആപ്ലിക്കേഷനിൽ പോകുന്നു, പ്രോഗ്രാമിങ്ങിൽ ഐഡിലിൽ. ഓക്കെ, ഐഡിലിൽ വെക്കുന്നു. ഐഡിൽ നിൽക്കി ഫയൽ നിൽക്കിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് എല്ലാവരും ഇവിടെ പോയി കോഡ് ടൈപ്പ് ചെയ്യും, തെറ്റൊന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ ഫയൽ നിൽക്കിയിട്ട് ന്യൂ ഫയൽ. ഇത് ഐഡിൽ ഷെല്ലാണ്. ഐഡിൽ ഷെല്ലിലല്ല ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ന്യൂ ഫയൽ നിൽക്കിയിട്ട് ടൈപ്പ് ചെയ്യണം. ഇവിടെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടൈപ്പ് ദ പ്രോഗ്രാമിംഗ് ഇനിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാനിവിടെ സൈഡിലാക്കി വെക്കുന്നു. ഓക്കെ, ടൈപ്പ് ചെയ്യുന്നു ഫ്രം. ഓക്കെ, ക്യാപിറ്റൽ കൊടുക്കുന്നു ഫ്രം. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ കളറൊക്കെ മാറി. ഫ്രം ടെർട്ടിൽ. ഓക്കെ, ടെർട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കാനുള്ള ചേട്ടനാണ്. കുഞ്ഞ് സാധനത്തിനാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്നത് ടെർട്ടിൽ എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് സ്റ്റാർ. ഓക്കെ, ഇനി എൻ്റർ നെക്കി പെൻ സൈസ്. ഓക്കെ, പെൻ സൈസ് അങ്ങനെ തന്നെ കോപ്പി അടിച്ചു. പെൻ സൈസ് 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഫോർ ജെ ഇൻ റേഞ്ച്. ഫോർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എത്ര പ്രാവശ്യം ഈ ലൂപ്പ് എന്ത് നമ്മൾ ഇവിടെ സ്പേസ് കൊടുക്കണ്ട. ഫോർ എന്താണ് ജെ എന്ന് പറയുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 3 വരെ. അപ്പോൾ 3 പ്രാവശ്യം 1 2 3. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ലൂപ്പ് തുടങ്ങുമ്പോൾ കോളം കൊടുക്കണം. ഓക്കെ, സൂം ചെയ്ത് നോക്കുക, കോളം കൊടുക്കണം. ഞാൻ എൻ്റർ നോക്കി. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ സ്പേസ് തന്നെ വന്നു, ടാബ് സ്പേസ് തന്നെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തേ വരും. COLOR ആണ്, COLOUR അല്ല. ഓക്കെ, ഇവിടെ നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ല, അമേരിക്കൻ ഇംഗ്ലീഷാണ്. യെല്ലോ. അപ്പം യെല്ലോ എന്ന് പറയുമ്പോൾ പെൻ സൈസ് ആയതുകൊണ്ട് പെന്നിൻ്റെ കളറാണ് ഇത് യെല്ലോ. ഓക്കെ, അപ്പോൾ യെല്ലോ കൊടുത്തിട്ട് യെല്ലോ കൊടുക്കണം. ഓക്കെ, എന്താണ് എന്നിട്ട് യെല്ലോ ആയിട്ട് സർക്കിൾ വരയ്ക്കുക. 50 വീതിയുള്ള, ഓക്കെ, 50 റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക. ആയിക്കോട്ടെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, കളർ പെൻ കളർ മാറ്റുക, റെഡ് ആക്കുക. ഓക്കെ, റെഡ് ആക്കുക. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, കോപ്പി അടിച്ചാൽ മതി. നേരെ എന്താണ് സർക്കിൾ വരയ്ക്കുക, കുറച്ചുകൂടി വലുത് 80 റേഡിയസ് ഉള്ള ഇത് വരയ്ക്കുക. റൈറ്റിലേക്ക് ഒരു 120 ഡിഗ്രി തിരിയുക. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. ഇനി നിങ്ങളോട് റൺ ചെയ്യാൻ പറയും. അതിന് മുമ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കറക്റ്റാണോ. നിങ്ങളൊരു ഫയൽ നിൽക്കുക, സേവ് ആസ് നിൽക്കുക. ഓക്കെ, ഞാനിവിടെ ഹോമിൽ എക്സാമിനറിൽ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഞാൻ സേവ് ചെയ്യാം. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സേവ് ചെയ്തത് നിങ്ങളുടെ എക്സാം 10 എന്ന് പറഞ്ഞ ഫയലേക്ക് 8/0/2025 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ റൺ ചെയ്യാൻ പറഞ്ഞാൽ അവർ വരെ സേവ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റണ്ണ് കൊടുക്കുക, റൺ മൊഡ്യൂൾ. ഓക്കെ, റൺ മൊഡ്യൂൾ. അപ്പോൾ നമ്മുടെ ടെർട്ടിൽ വരയ്ക്കുന്നത് വരുന്നുണ്ട്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള പോലെ വരുന്നുണ്ടോ നോക്കാം. ടടാ, ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മുടെ ഔട്ട്പുട്ട് 1 ഔട്ട്പുട്ട് ഇതായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഔട്ട്പുട്ട് 1 ഇതും സെയിം അല്ലേ, സെയിം സാധനം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഔട്ട്പുട്ട് 2 എങ്ങനെയാക്കാം. ഔട്ട്പുട്ട് 1 തന്നു, ടീച്ചറിനെ കാണിക്കുക, ടീച്ചറെ ചെയ്തു, മാർക്ക് കിട്ടി, സെറ്റ്. ഇനി ടീച്ചർ പറയും ഇവനെ മാറ്റിയിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് 2 ആക്കണം. ഈ കോഡിനെ ചെറുതായിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ഈ സാധനം നമ്മൾ അടച്ചു വെച്ചത് ആവശ്യമില്ല. ഓക്കെ, ഔട്ട്പുട്ട് 1 നിന്ന് ഔട്ട്പുട്ട് 2 ആക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മഞ്ഞ 3 സർക്കിൾ ഉണ്ട്, റെഡ് 3 സർക്കിൾ ഉണ്ട്. ഇവിടെ എന്താ വ്യത്യാസം, സാറേ എനിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ അറിയില്ല. സിമ്പിൾ, ഇവിടെ 1 2 3 4 5 6 സർക്കിൾ ഉണ്ട്, യെല്ലോവും 6 സർക്കിൾ റെഡും ഉണ്ട്. അപ്പോൾ ആ ലൂപ്പ് ഒന്ന് മാറ്റിയിടും. ഇവിടെ ടാബ് ഉണ്ട്. ഓക്കെ, ഇവിടെ വരിക, ഈ റേഞ്ച് ഇതാ 4 ലൂപ്പ് ജെ എന്നുള്ളത് 3 മാറ്റിയിട്ട് 6 ആക്കുക. കഴിഞ്ഞു. ഓക്കെ, എന്നിട്ടൊന്ന് സേവ് ചെയ്യുക, Ctrl+S റണ്ണ് കൊടുക്കുക. കഴിഞ്ഞ് പരിപാടി. ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്പുട്ട് 2 ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. സ്ലോ ആ സമയത്തൊന്ന് ലൈക്ക് ചെയ്ത് പ്ലീസ്, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ നേരത്തെ ഇനി വീണ്ടും ഒരു വെല്ല സർക്കിൾ അതിന് മേലെ വരുന്നു. അതിന് മേലെ തന്നെയാണ് വരുന്നത് അല്ലേ, അതിന് മേലെ വന്നിട്ട് കാര്യമില്ല. ഇപ്പം എന്താ സംഭവിച്ചത്,
ഈ സർക്കിൾ വരച്ചു, ഈ സർക്കിൾ മൊത്തം വരച്ചു, അതിന് മേലെ തന്നെ വീണ്ടും വരികയാണ്. ഓക്കെ, വീണ്ടും വരികയാണ്, അതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വട്ടം എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. ഒരു വട്ടം എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. നമ്മളിവിടെ കൊടുത്തത് എന്താ 120 ഡിഗ്രി ചെയ്താൽ 120 ഡിഗ്രി തിരിയുന്ന മക്കളെ മനസ്സിലാക്കണം. ഈ ഒരു സർക്കിൾ വരച്ചു, 120 ഡിഗ്രി വരച്ചു, ഇത് വരച്ചു, കുറച്ചുകൂടി തിരിഞ്ഞത് വരച്ചു. അപ്പോൾ എന്താ പ്രശ്നം, 120 പിന്നെ ഇതിന് മേലെ തന്നെ വീണ്ടും വരും, 360 കഴിഞ്ഞു. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സർക്കിളും ഈ സർക്കിളും എന്താണ് ഇവൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്, അപ്പോൾ 60 ഡിഗ്രി ആക്കണം. ഓക്കെ, ഇങ്ങനെ 2 പരിപാടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഇത്രയും ടഫ് ആയിരുന്നു. 60 ഡിഗ്രി ആക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പം കുറച്ച് തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് സർക്കിൾ ഞാൻ സേവ് ചെയ്ത് നോക്കാം. റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയാന്ന് കേട്ടോ, ആംഗിൾ തിരിയാം. റൺ എടുക്കുന്നു. ഇത് സർപ്രൈസ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നത്, ഞാൻ നേരത്തെ ചെയ്തില്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്യണമെന്ന്. ഇങ്ങനെയാണ് നിങ്ങളും ചെയ്യണുണ്ട്. ഇപ്പോൾ ശരിയായില്ലേ? അതാ നിങ്ങളൊരു 60 കൊടുത്ത് നോക്കുക. ഓക്കെ, ചിലപ്പോൾ 70 കൊടുത്ത് നോക്കുക. 60 മേക്ക് സെൻസ്. ഓക്കെ, 120 അതിൻ്റെ പകുതി ട്രൈ ചെയ്യുക, ഡബിൾ ട്രൈ ചെയ്യുക, അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞു, സെറ്റ്. ഇനി അപ്പം നിങ്ങൾ ചിലപ്പം 120 പകരം ചിലപ്പോൾ നിങ്ങൾ വേറൊരു ആംഗിൾ ട്രൈ ചെയ്താൽ ശരിയാവും. ഈ 180 ട്രൈ ചെയ്താൽ ശരിയാവും, 180 ശരിയാവില്ല, 200 അങ്ങനെയൊക്കെ ആംഗിൾ ട്രൈ ചെയ്ത് നോക്കുക, ശരിയാവും. ഇത് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ടീച്ചറിനെ, പരിപാടി കഴിഞ്ഞു, ഫുൾ മാർക്ക് സെറ്റ്. ഓക്കെ, ടീച്ചറിനെ കാണിക്കണം കേട്ടോ, കോഡും ഇതും. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം. ഓക്കെ, ഇതാ ഫോർ ജെ ആക്കുക, റേഞ്ച് 6, റൈറ്റ് 60. ഞാനിപ്പോഴാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്യാം മക്കളെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിതിപ്പോൾ നിങ്ങളെ പോലെ ഒരു IT എക്സാം എഴുതിക്കൊണ്ടിരിക്കുക 10ാം ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങളും വേഗം ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം ചെയ്യുന്നു. നമ്മളെന്താണ് പ്രോഗ്രാമിലേക്ക് വരുന്നു, ഐഡിൽ നിൽക്കുന്നു, ഇവിടെ ടൈപ്പ് ചെയ്യുന്നില്ല, ഫയൽ നിൽക്കുന്നു, ന്യൂ ഫയൽ നിൽക്കുന്നു. ഓക്കെ, ഒന്നും നോക്കണം, വേഗം സമയം കളയാതെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, പെൻ സൈസ്, അയ്യോ അടുത്തതായി. ഓക്കെ, പെൻ സൈസ് സ്പേസ് എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, കളർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, കളറ് റെഡ്. ആദ്യം കൊടുക്കുന്ന കളറും രണ്ടാമത് കൊടുക്കുന്ന കളറും എന്താണെന്ന് പഠിച്ചു വെച്ചോ. ആദ്യം കൊടുക്കുന്ന കളറാണ് ഔട്ടർ, സ്ട്രോക്ക് ഫില്ല് ആലോചിച്ചോ. നോക്കിയാൽ റെഡ് എവിടെയപ്പം ബോർഡറിലല്ലേ, ഇതിൽ റെഡ് ബോർഡറിൽ. അപ്പോൾ റെഡ് ഔട്ട്സൈഡ് കളറും ബ്ലൂ ഇൻസൈഡ്. അപ്പോൾ ബോർഡർ ആൻഡ് സ്ട്രോക്ക് കോമ ഫില്ലാണ്. നോക്കിയാൽ സ്ട്രോക്ക് കോമ ഫില്ലാണ് ഓർഡർ. ആ മറക്കരുത് കേട്ടോ, തിയറിയിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ബിഗിൻ ഫില്ല്, കളർ കൊടുക്കാൻ തുടങ്ങി. ഇനി എന്താ ലൂപ്പ് കൊടുക്കുന്നു, ഫോർ I in range 7. അവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്പേസ് ആവശ്യമില്ല, സ്പേസ് കൊടുത്താലും കുഴപ്പമില്ല. കോളൻ. അടുത്തത് ഫോർ J in range 6. ഓക്കെ, കോളൻ. എന്താണ് ഫോർവേഡ് എത്ര 60 പോവുക. ടൈപ്പ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, കുറേ മിസ്റ്റേക്സ് വരും. ഫോർവേഡ് 60, ലെഫ്റ്റ് 45. ഓക്കെ, തിരിച്ച് ഇനി എങ്ങനെ സാർ ബാക്കിലേക്ക് വരിക, ബാക്ക് സ്പേസ് നിൽക്കുക ഒരു പ്രാവശ്യം. ഓക്കെ, ലെഫ്റ്റ് 45, ഫോർവേഡ്. ആ ഓർഡറിൽ ആ കറക്റ്റ് ടാബ് സ്പേസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ, ആ ലൂപ്പുകളൊക്കെ തെറ്റും. ഓക്കെ, ഈ ബാക്ക് സ്പേസ് അടിക്കുക, end_fill. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എന്താ ചെയ്യുന്നത്, ഡെസ്ക് ടോപ്പിൽ. ഓക്കെ, 20252 സെക്കൻഡ് ആക്ടിവിറ്റി. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാവും, പറയാം. ഇല്ല, വായത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാതായിട്ട് മാച്ച് ആവുന്നുണ്ടാവുന്നു. ഓക്കെ, ഫില്ല് പെർഫെക്റ്റ് സെയിം സാധനം കിട്ടിയിരിക്കും, ബ്യൂട്ടിഫുള്ളായി. ഇനി ഔട്ട്പുട്ട് 1 കിട്ടി. ഓക്കെ, ഔട്ട്പുട്ട് 1 കിട്ടി, ടീച്ചറിനാണെങ്കിൽ ടീച്ചർ ഹാപ്പി, നിങ്ങൾ ഹാപ്പി. ഇനി എന്താണ് വെച്ചാൽ എൻ്റെ ഔട്ട്പുട്ട് 2 ആക്കണം. മക്കൾ ഔട്ട്പുട്ട് 1 ഔട്ട്പുട്ട് 2 തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾ കാണുന്നത്? എനിക്ക് വലിയ വ്യത്യാസം കാണുന്നില്ല. ഇവിടെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ നോക്കട്ടെ, നമ്മുടെ പിക്ചറിന് ഈ പിക്ചറിന് ഇവിടെ മാത്രം എന്താ ഒരു അറ്റം കിട്ടിയില്ല, ഈ അറ്റം കിട്ടിയിട്ടില്ല, അത് കൂട്ടണം. റെഡ് മാറ്റിയിട്ട് നിങ്ങൾ കണ്ടാൽ മതി, യെല്ലോ ആക്കണം. ഇത് എൻ്റെ സ്ക്രീനിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെർപ്പിൾ മാറ്റി ഡാർക്ക് ബ്ലൂ മാറ്റി ബ്ലൂ ആക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങളുടെ സ്ക്രീനിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എവിടെ നിന്നോ കിട്ടിയ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് കാര്യം എനിക്ക് മനസ്സിലായി, റെഡ് മാറ്റിയിട്ട് യെല്ലോ ആക്കണം, യെല്ലോ ബോർഡർ ആക്കണം. ഓക്കെ, ഈ ഒരു ചെറിയ പ്രശ്നം എന്താ മക്കൾ, ഈ ചിറക് വരുന്നില്ല, ഈ ചിറക് അവസാനത്തെ ചിറക് വരുന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ട്. എനിക്ക് വന്നത് ഫോർ I in range എന്ന് പറയുമ്പോൾ ഐൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കാം ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ I ലൂപ്പിനുള്ളിൽ ഇത് 7 തവണ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി J ലൂപ്പിൽ ഓക്കെ മുൻപോട്ട് പോയിട്ട് ലെഫ്റ്റ് പോകും, മുൻപോട്ട് പോകുന്ന പറഞ്ഞാൽ മുൻപോട്ട് പോയി ലെഫ്റ്റ് കുറച്ച് പോയി. ഓക്കെ, അത് 6 പ്രാവശ്യം നടക്കുന്നുള്ളൂ. ഓക്കെ, അത് 6 പ്രാവശ്യം നടക്കുന്നുള്ളൂ. ഞാൻ അത് 7 ആക്കി നോക്കട്ടെ, എൻ്റെ ഒരു സംശയം കേട്ടോ. അത് എന്തൊരു മാച്ച് നമുക്ക് തോന്നുമല്ലോ. ഓക്കെ, റൺ മോഡ്യൂൾ ഒന്ന് കൊടുത്തോ. അപ്പോൾ അവർ സേവ് ചെയ്യണം. ഓക്കെ, സേവ് ചെയ്തോ. യെല്ലോ ബോർഡറായി. ഓക്കെ, എൻ്റെ മൊത്തം തെറ്റിയതുണ്ട്. ഒരു ലൂപ്പ് തെറ്റിയാൽ ഇങ്ങനെ ഉണ്ടാവും. തെറ്റി. അപ്പോൾ അവിടെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളും പഠിക്കുക. ഇവിടെ 6 കൊടുത്തു, ഞാൻ ഇവിടെ 8 കൊടുത്തു നോക്കട്ടെ. ഇവിടെ 7 മാറ്റിയിട്ട് 8 കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി സേവ് കൊടുത്തു. വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ. പക്ഷേ ഇവിടെ അറ്റം കിട്ടുന്നില്ല അല്ലേ? ആ അറ്റമാണ് കിട്ടാത്തത്. അതിൻ്റെ ഒരു സങ്കടം എനിക്കുള്ളത്.
ഓക്കെ, അപ്പോൾ റെഡി, ശരിയായിടോ, അത് ഇത്രേ ഉള്ളൂ സംഭവം. ഓ, അപ്പോൾ നിങ്ങൾ ഞാൻ ആൻസറിക്ക് നോക്കട്ടെ. റേഞ്ച് 8 കൊടുക്കണം. റേഞ്ച് 8 കൊടുത്താൽ ശരിയായി. എന്താ കഥ അല്ലേ, എന്താ കഥ. കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു, കാണിച്ചു കൊടുക്കുക, സെറ്റ്. ഓക്കെ, സേവ് ആണെന്ന് ഉറപ്പിക്കുക, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ആക്ടിവിറ്റി 2 കഴിഞ്ഞു. ഓക്കെ, ഞാൻ ശരിക്കും പറയാം, ഞാൻ ആൻസറിക്ക് നോക്കാതെ ഇവിടെ ചെയ്യുന്നത്. പിന്നെ മക്കൾ റെസിഡൻഷ്യൽ ബാച്ചിന് എല്ലാ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നീറ്റ് പഠിക്കണം, ഓഫ്ലൈൻ എക്സാമിനോട് വന്ന് പഠിക്കണമെങ്കിൽ ആ നമ്പർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് +1 നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ഇപ്പോഴേ അഡ്മിഷൻ എടുക്കാം, ആ കാര്യം മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 ഒന്ന് ചെയ്യാം. മക്കളെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഏത് പ്രോഗ്രാം വേണം, ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാമിംഗ് വരുന്നു, ഐഡിലേക്ക് വരുന്നു. ഓക്കെ, ന്യൂ ഫയൽ, ഇവിടെ ആരും ടൈപ്പ് ചെയ്ത് കേട്ടോ പ്ലീസ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നു. എന്താണ് നമ്മുടെ കോഡ് കോപ്പി അടിക്കാം. ഓക്കെ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, പെൻ സൈസ് 3, കളർ ഓറഞ്ച്, സിയാൻ. ഓക്കെ, begin _fill for I in range 5. RT, ഓക്കെ, RT ആ റൈറ്റിൻ്റെ ഷോർട്ട് കട്ട് 51.5. ഓക്കെ, for J in range 3. ഓക്കെ, forward 100, റൈറ്റ് 120, ബാക്ക് സ്പേസ് അവിടെയല്ല, അതിൻ്റെയും ബാക്ക് സ്പേസ്, എൻഡ് ഫിൽ. ഓക്കെ, സേവ് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിൽ 2025_3. ഓക്കെ, ഇനി റണ്ണ് കൊടുത്ത് നോക്കാം. നമ്മുടെ ഇൻവാലിഡ് സിൻടാക്സ്. ഓക്കെ, നോക്കട്ടെ. ഫ്രോം ആയിപ്പോയി. ഓക്കെ, ഇനി സേവ് ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഷേപ്പായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കട്ടെ. ഇല്ലല്ലോ. ഓക്കെ, എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ നമ്മുടെ കളറിൻ്റെ ഇത് മാറിപ്പോയതാണ്. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ ഓറഞ്ച് കളർ മഞ്ഞയായിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇമേജ്. സെക്കൻഡ് ഇമേജ് എന്താ വ്യത്യാസം? സെക്കൻഡ് ഇമേജ് എനിക്ക് കളർ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. എനിക്കൊന്ന് ഒരു ലൂപ്പും കൂടി കൂട്ടി അവിടെ 1 2 3 4 5 ചെറുകുണ്ട്, 6 ചെറുക്കാക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, റേഞ്ച് ഇവിടെ 5 മാറ്റിയിട്ട് 6 ആക്കണം. സാറേ അതെങ്ങനെ സാറിന് മനസ്സിലായി? 5 മാറ്റിയിട്ട് 6 ആക്കണം, റേഞ്ച് 3 മാറ്റിയിട്ട് 4 ആക്കണ്ട. വളരെ സിമ്പിൾ. ഒരു ചിറക് വരയ്ക്കാൻ 1 2 3. അപ്പോൾ ഒരു ചിറകിൻ്റെ എണ്ണം അല്ല, ചിറകിൻ്റെ എണ്ണം കൂട്ടണം. ചിറകിൻ്റെ സൈഡുകളല്ലല്ലോ കൂട്ടണേ, 3 സൈഡ് ഉണ്ട്, അതല്ലേ കൂട്ടേണ്ടത്. ചിറകിൻ്റെ എണ്ണം ഇവിടെയാണ്, 5 എണ്ണം ഉള്ളത് 6 എണ്ണാക്കി. ഓക്കെ, എനിക്ക് കളർ കാണുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് ആൻസറിക്ക് നോക്കട്ടെ, എന്തെങ്കിലും മാറ്റേണ്ട. ഇല്ല, റേഞ്ച് 7 ആക്കിയാൽ മതി. 7 ആക്കണോ? ഓ, 6 പോരാ, 7 ആക്കണം. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ പഠിക്കുക. 7 ഞാൻ Ctrl+S സേവ് ആക്കി കേട്ടോ. ഓക്കെ, റണ്ണ് കൊടുത്ത് കഴിഞ്ഞ് പരിപാടി ഡങ്. സിമ്പിൾ, ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞു. ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 3 കഴിഞ്ഞു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആക്ടിവിറ്റി 4ലേക്ക് വരാം. ബാക്കിയെല്ലാം എക്സാം തകർക്കേണ്ട മക്കളെ. ഓക്കെ, ആപ്ലിക്കേഷനിലേക്ക് വരുന്നു, പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നു, ഐഡൽ വരുന്നു. ഈ ഷെല്ലിൽ ടൈപ്പ് ചെയ്തത് ന്യൂവിൽ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇവൻ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, പെൻ സൈസ് 3, കളർ ഗ്രീൻ, യെല്ലോ. ഓക്കെ, begin _fill ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഫോർ ജെ ഇൻ റേഞ്ച്, ജെ ലൂപ്പ് തുടങ്ങുന്നു. ഫോർ ലൂപ്പ് ജെ വേരിയബിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റിലേക്ക് 60 തിരിയണം. ഓക്കെ, റൈറ്റിലേക്ക് 60 ഡിഗ്രി തിരിഞ്ഞു. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച് 8. എന്താണ്? ഫോർവേഡ് 30. ഓക്കെ, റൈറ്റ് 45. ഓക്കെ, ഇവിടെയാണ് എൻ്റെ ഫില്ലിട്ട്. ഇവിടെയാണോ? അല്ല, നിങ്ങൾ നോക്കിയാൽ ലൈൻ നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ 4i ലൂപ്പിന് തരാം. അപ്പോൾ ഇവിടെയാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ബാക്ക് സ്പേസ് അടിക്കുന്നു. എൻഡ് ഫില്ല്. ഓക്കെ, ഡോട്ട് 20 ഓറഞ്ച്. ഓക്കെ, ഞാനത് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, സേവ് ചെയ്താൽ നമുക്ക് തുടങ്ങാം പരിപാടികൾ. ഓക്കെ, 2025_4 റൺ ചെയ്ത് നോക്കാം. മിസ്റ്റേക്സ് മിക്കവാറും ഉണ്ടാവും. യെസ്, ഇല്ലയെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കിത് ഷേപ്പായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കാം. മാച്ച് ആവുന്നുണ്ട്. മഞ്ഞ വേല ഇനി പുറത്ത് കൂടെ ഒരു ഡോട്ടും കൂടി വന്നു. ഡോട്ട് പക്ഷേ ഒരു മഞ്ഞയായിരുന്നു വരേണ്ടത്. എനിക്കൊന്ന് സ്ക്രീൻഷോട്ടിൻ്റെ പ്രശ്നം തോന്നുന്നു. അപ്പോൾ മഞ്ഞയാണ് വരുന്നത്. കാരണം ഓറഞ്ച്, ഞാനിവിടെ ടൈപ്പ് തെറ്റിപ്പോയി അല്ലേ. ഓറഞ്ച് തന്നെയാണ് കേട്ടോ, ഓറഞ്ച് തന്നെയാണ്.
ഓക്കെ സെറ്റ്, ഇത് റെഡി. ഇവനെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇവിടെ മക്കളെ യെല്ലോ കളറുള്ളടത്ത് റെഡ് കൊടുത്തു നോക്കാം. യെല്ലോ ഉള്ളിടത്ത് റെഡ്, അതാണ് ഫില്ല്. ഗ്രീൻ ഉള്ളിടത്ത് യെല്ലോ. ഇനി എന്തെങ്കിലും വ്യത്യാസം, ഡോട്ടിൻ്റെ കളർ എനിക്ക് ഈ സ്ക്രീൻ കണ്ടിട്ട് മാറുന്നില്ല. ഇല്ല, ഇത് മാത്രം മാറ്റിയാൽ മതി. യെല്ലോ റെഡ് ആക്കിയാൽ മതി. സേവ് കൊടുക്കുന്നു, റൺ കൊടുക്കുന്നു, പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. ഇതാണ് പറഞ്ഞത്, പൈത്തൺ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യമാണ്. ഓക്കെ, അത് കിട്ടിയ നിങ്ങൾ സെറ്റായി. പൈത്തൻ്റെ അതും കഴിഞ്ഞു. ഓക്കെ, ആക്ടിവിറ്റി 5 കൂടി ഉള്ളൂ എന്ന് എൻ്റെ വിശ്വാസം. ആക്ടിവിറ്റി 5, 6, 7 ഉണ്ടോ? ഓക്കെ, അടിപൊളി. നമുക്ക് 5 വേഗം ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കേണ്ടവർക്ക് വേണം സ്കിപ്പ് അടിക്കാം. ബാക്കിയുള്ള പ്രോഗ്രാംസ് ചെയ്ത് വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ തുടങ്ങുകയാണ്. ന്യൂ ഫയൽ കൊടുക്കുകയാണ്. ഓക്കെ, ഫ്രം turtle import star pen size 3 കളർ ഗ്രീൻ. ഓക്കെ, നിങ്ങളും പറ്റുകയാണെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ മതി. എന്താണ് പൈത്തൺ ഗ്രാഫിക്സ് ടൂൾ, പൈത്തൺ എന്താണ് ടെസ്റ്റർ എന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു W3 സ്കൂൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ നിന്ന് എവിടെ നിന്ന് വേണം ടൈപ്പ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഫോർ J in range 5. ഓക്കെ, ഫോർവേഡ് 100, റൈറ്റ് 72. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ 5th _5 റണ്ണ് കൊടുക്കുന്നു. നമ്മുടെ സിൻടാക്സ് ഫോർ FPR അല്ല FOR. ഓക്കെ, ഇവിടെ എന്തെങ്കിലും വേറെ മിസ്റ്റേക്സ്? ഓക്കെ, നോക്കാം. ഇവനായിട്ട് മാച്ച് ആവേണ്ടതാണ്. ഇനി എന്താണ് വ്യത്യാസം വരുത്തേണ്ടത്? ഓക്കെ, ഇതിപ്പോൾ നമുക്കിപ്പോൾ ശീലം, ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനൊന്നുമില്ല, അല്ലേ, സിമ്പിൾ ശീലം. ഇനി എന്താ വ്യത്യാസം വരുന്നത്? ഔട്ട്പുട്ട് 1 കിട്ടി. ഔട്ട്പുട്ട് 1, ഔട്ട്പുട്ട് 2 ആക്കണം. ഫസ്റ്റ് തന്നെ ഷേപ്പുകളുടെ എണ്ണം മാറുന്നുണ്ട്. ഇവിടെ 1, 2, 3, 4, 5, 6 ഷേപ്പ് അല്ലേ? 6 ഷേപ്പ്. ഇവിടെയും 1, 2, 3, 4, 5, 6 ഷേപ്പ് ഉണ്ട്. ഷേപ്പിൻ്റെ സൈഡുകളുടെ എണ്ണം മാറുന്നു. ഇവിടെ 5 സൈഡ് ഉണ്ട്. ഇവിടെ 4 ആക്കണം. അപ്പോൾ 5 എന്നുള്ള നമ്പർ 4 ആക്കിയാൽ ശരിയാവേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ മാറില്ല, എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചില്ല. ഇവിടെ ഇതിലേക്ക് ഞാൻ ഈ രണ്ടാമത്തെ ലൂപ്പ് മാറ്റി റൺ ചെയ്യുന്നു. അപ്പോൾ സ്ക്വയർ കിട്ടേണ്ടതാണ്. പക്ഷേ സ്ക്വയർ കിട്ടേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ മക്കളെ, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, തിരിവ് കുറച്ചുകൂടി കൂട്ടണം, ആംഗിൾ കുറച്ചുകൂടി കൂട്ടണം. ഇതൊക്കെ ഇവനല്ല നമുക്ക് വേണ്ടത്. എന്താ പ്രശ്നം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇവിടെ 60 ഡിഗ്രി തിരിയുന്നുള്ളൂ. മക്കളെ സ്ക്വയറിൻ്റെ ആംഗിൾ എത്രയാണ്? റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി വേണം അല്ലേ? നമ്മുടെ പെൻറ്റഗണിന് 60 മതിയായിരിക്കും. ഓക്കെ, പെൻറ്റഗൺ അല്ല, അത് തന്നെയാണ് അല്ലേ 5 ഉള്ളത്. പക്ഷേ ഇതിനങ്ങനെ പോലെ 90 ഡിഗ്രി വേണം സ്ക്വയർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ 2 ചേഞ്ച് ഉണ്ട്. ഇത് പുതിയ ടൈപ്പ് ക്വസ്റ്റനാണ്. സ്ക്വയർ ആവുമോ? ഇവിടെ അല്ലേ 90 ഡിഗ്രി വേണ്ടത്? അതും ശരിയല്ലല്ലോ, അതും ശരിയല്ല. അപ്പോൾ എന്താ പ്രശ്നം? സോറി, ഈ റൈറ്റ് അല്ല, ഈ റൈറ്റ് അവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, 60 ആയിരുന്നു എന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, ഇതായിരുന്നു 72 ഡിഗ്രി, അതാണ് 52 അതാണ് എനിക്ക് മാറി. ഇവിടെയാണ് 90 ഡിഗ്രി മാറേണ്ടത്. ഓക്കെ, നിങ്ങളുടെ മിസ്റ്റേക്സൊക്കെ ഞാൻ ചെയ്തുതരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സ്ക്വയർ കിട്ടി. ഓരോ സ്ക്വയറുകൾ തമ്മിലുള്ള ആംഗിളായിരുന്നു 60 ഡിഗ്രി, അത് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, കിട്ടി, ഷേപ്പ് കിട്ടി, കഴിഞ്ഞു. ഓക്കെ, വേറെ എന്തെങ്കിലും മാറ്റാൻ ആൻസർ കീ കൊടുത്താൽ പെൻ സൈസ് 5 ആക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, പെൻ സൈസ് എനിക്കിതിൽ കാണാൻ പറ്റില്ല. കട്ടി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻ സൈസ് ഒന്ന് കൂട്ടാം. അല്ലെ എക്സാമിനറിനോട് ചോദിക്കാം, ഇൻവിജിലേറ്റർ വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഫയല് ന്യൂ, ഷെല്ല് ചെയ്യാൻ മാറ്റുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഡ് വേഗം ചെയ്താലോ. ഫ്രം turtle import star. Okay, pen size 3, color blue. Okay, for I in range 8, RT 36. Okay, for J in range 4, forward 100, right 90. Control Shift S, desktop activity 2025_5 ഓക്കെ, റണ്ണ് കൊടുക്കുന്നു, മോഡ്യൂൾ കൊടുക്കുന്നു. മിസ്റ്റേക്ക് ഉണ്ടാവില്ല? യെസ്, മിസ്റ്റേക്ക് ഇല്ല. ഇത് വളരെ സിമ്പിളായിട്ട് കണ്ടാൽ മനസ്സിലായിട്ട് 1, 2, 3, 4, 5, 6 ഒരെണ്ണം കൂട്ടിയാൽ മതി അല്ലേ? ഒരെണ്ണം കൂട്ടിയാൽ മതി. ഓക്കെ, എത്ര ഒരു സംഭവം. അപ്പോൾ ഇവനെ എടുത്ത് മാറ്റുന്നു. ഇവിടെ ലൂപ്പ്
8 ഉണ്ടെന്ന് തോന്നില്ല. 1 2 3 4 5 6 7 8 ഉണ്ട്, 9 ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ ലൂപ്പാണ് മാറ്റേണ്ടത്. ഇവിടെ 8 എന്നുള്ളത് 9 ആക്കാം. സേവ് കൊടുക്കുന്നു, റൺ മോഡ്യൂൾ കൊടുക്കുന്നു. റെഡും കൂടി ആക്കണമായിരുന്നു. ഐ എം വെരി സോറി, റെഡ് കളറും കൂടി ആക്കണമായിരുന്നു. ഇവ ഞാൻ ക്ലോസ് ചെയ്യാണ്. നമ്മുടെ കോഡിൽ ക്ലോസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അതിനിടയ്ക്ക് കോമഡി. ഇവിടെ ബ്ലൂ മാറ്റി റെഡ് ആക്കുന്നു, സേവ് കൊടുക്കുന്നു, റൺ കൊടുക്കുന്നു. കുറേ ഇറക്കും ആരും അറിയണ്ട. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആൻസർ കീ ആയിട്ട് മാച്ച് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് 2 ആയിട്ട് മാച്ച് ആവുന്നുണ്ട്, കഴിയും. ഓക്കെ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നടുക്കിൽ ഡോട്ടൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അതും കഴിഞ്ഞു. ഓക്കെ, അത്രയുള്ള മാറ്റാനുള്ളത്. റേഞ്ച് 10 ആക്കണോ? ഒരു സർക്കിൾ നിങ്ങളങ്ങനെ ചെയ്താൽ ഒരു സ്ക്വയറും കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങളും ചെയ്യുക, ചെക്ക് ചെയ്യുക, കഴിഞ്ഞു. ആക്ടിവിറ്റി 7 ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് എഴുതുന്നു. ഇത്ര നേരം കണ്ട് നിങ്ങളെല്ലാവരെയും സമ്മതിച്ചിരിക്കുന്നു. ഈ കോഡ് കോപ്പി അടിക്കുക, എന്താ വ്യത്യാസം വരുത്തേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ നോക്കിയാൽ ഓറഞ്ച് സിയാനുണ്ട്. ഓറഞ്ച് ആണെന്നൊന്ന് പുറത്തുള്ളത്, സിയാനാണെന്ന് ഉള്ളിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇതിലേക്ക് ആക്കണമെങ്കിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം? ഓക്കെ, ഷേപ്പിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ലൂപ്പുകളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. കളറുകൾ ഓറഞ്ച് മാറ്റി എന്താക്കണം, സിയാൻ മാറ്റി എന്താക്കണം എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മക്കളെ, ലൈവിൻ്റെ കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അടുത്ത ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ മറക്കരുത്. അതോടെ നിങ്ങളുടെ പൈത്തൺ ഗ്രാഫിക്സിൻ്റെ മോഡൽ എക്സാമിന് എല്ലാം ക്വസ്റ്റ്യൻ കവർ ചെയ്തു, സെറ്റായി, ഹാപ്പി ആയിരിക്കട്ടെ. ഇനി അടുത്ത ഏത് വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, സി യു ഇൻ ദ ലൈവ് ക്ലാസ്.